ഗുഡ് മോർണിംഗ്. അപ്പോൾ കുട്ടികളെ സ്കൂൾ പറഞ്ഞയക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ അവർക്ക് രാവിലത്തേക്കല്ല ഉച്ചത്തേക്ക് ചോറിന് കൊടുത്തയക്കണത് ഉരുളക്കിഴങ്ങ് വറുത്തതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വറുക്കുകയാണ്. പിന്നെ കുറച്ച് വൻപയറുള്ളത് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അത് ഇപ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിലിട്ടാൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് കുതിർന്ന് കിട്ടും. ഇന്നലെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ നന്നായി കുതിർന്നേനെ, പക്ഷേ രാവിലെ വെള്ളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല, വേവൊക്കെ ചെയ്യും. അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെച്ചു. അതിനിടയ്ക്ക് മാൾട്ടി വന്നിട്ട് നന്നായിട്ട് ചിണുങ്ങുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്ത് കൊടുക്കാഞ്ഞിട്ടാണ്. അതായത് യൂണിഫോം ഞാൻ ഇടാൻ പറഞ്ഞു, അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് മുടി കെട്ടിത്തരാൻ എന്നെ വിളിക്കുകയാണ് കേട്ടോ. മുടി കെട്ടിത്തായോ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഈ വറുത്തിട്ട് ഇതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കി വെള്ളം കുപ്പിയും പ്ലേറ്റും എല്ലാം സെറ്റാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കത് പറ്റണില്ല. ആൾക്ക് മുടിയൊക്കെ കെട്ടിയിട്ട് അവിടെ കുറച്ച് നേരം ഫോൺ കണ്ടിട്ട് ഇരിക്കാനാണ്. അതായത് ബസ് വരുന്ന വരെ കുറച്ച് നേരം ഒന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കട്ടെ രണ്ടാളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേഗം മുടി കെട്ടിത്തായോ എന്ന് പറയണത്. അപ്പോൾ ഞാനടച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിർത്തിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ അണിച്ചാൽ വഴുതിനങ്ങ വറുത്തത് കൊണ്ടുപോയിട്ട് 2 കഷ്ണം കഴിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എന്താണ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ആൾക്ക് മിക്കവാറും ഒരു സാധനം ഇഷ്ടമല്ല കേട്ടോ. ഉപ്പേരികളാണെച്ചാലും അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഈ ഉരുളക്കിഴങ്ങ് വറുത്തതും സോയാബീൻ വറുത്തതുമാണ് കുറച്ചേലൊന്ന് കഴിക്കുക. അപ്പോൾ അതേപോലെ ചോറ് അങ്ങനെ ഇഷ്ടമല്ല. പലഹാരങ്ങളാണെച്ചാൽ കഴിക്കും, ചോറൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ശ്രീകുട്ടിക്ക് അതേ പച്ചക്കറിയോട് അത്ര താല്പര്യമില്ല. അവർക്ക് മീൻ, ചിക്കൻ അങ്ങനെ ഇതേപോലത്തെ വറുത്തതൊക്കെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെയൊക്കെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകല്. ഉപ്പേരിയൊന്നും അധികം കൊണ്ടുപോകില്ല കേട്ടോ. പിന്നെ ഞാനിതൊക്കെ ആക്കിയിട്ട് ഒരു ടവലിലും കൂടെ കെട്ടിക്കൊടുത്തേ. ഇനി സ്നാക്സിന് വെച്ചാൽ ബിസ്ക്കറ്റും ഒരു കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കെട്ടിക്കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വേണ്ടി പോയിട്ടോ. അപ്പോൾ അതാ രാവിലത്തെ ഒരു തിരക്കുണ്ട് കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു തിരക്കാണ്. അപ്പോൾ അതാണ്ട് കഴിഞ്ഞു. ഇനി അവർ പോണ വരെ ഞാൻ ഉമ്മർത്തിരിക്കും കേട്ടോ. അവർ പോയി കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പണിക്ക് കിടക്കുള്ളൂ. കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ നേരത്തിന് നല്ല മഴയാണ് കേട്ടോ. അത് പറയണേക്കില്ലേ, കുട്ടികൾ ഇറങ്ങുന്നതും മഴയും ഒപ്പാണ് വരിക. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെയാണ് മഴയും വരിക. അത് കഴിഞ്ഞാൽ മഴ പോകും കേട്ടോ. രാവിലെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണ്. പിന്നെ പെട്ടെന്നാണ് കേട്ടോ മഴ വന്നത്.